അർജുനൻ എന്ത് പറ്റി? ആക്സിഡന്റ് ആയി അച്ഛാ. ആക്സിഡന്റ് ആയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യാനാ മോളെ? പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നീ. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ സമയം എടുക്കും അച്ഛാ. ഇതാ കണ്ടില്ലേ, ബോധം വന്നും പോയി നിൽക്കുക. നമ്മുടെ ഡോക്ടറെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, പെട്ടെന്ന് ഇങ്ങോട്ട് വരാമെന്ന് ഏറ്റിട്ടുണ്ട്. മോളെ, ഭാമയെങ്ങാനും ഇങ്ങോട്ട് കയറി വന്നാ ഞാൻ എന്റെ ബെഡ്റൂമിൽ കിടത്തിക്കോളാം അച്ഛാ. തൽക്കാലം അമ്മ അറിയില്ല. പ്ലീസ് അച്ഛാ, പ്ലീസ്. സൂക്ഷിച്ചുണ്ടെങ്കിൽ കിടത്ത്. വീട്ടിലെ ഭാമയോടൊപ്പം പോയിരിക്കുക. അല്ലേ സഹായിക്കാൻ പറയാമായിരുന്നു. അത് സാരമില്ല അച്ഛാ. ശാലിനി, ഈശ്വര, ഇനി എന്തൊക്കെയാ നടക്കാൻ പോയെന്ന് അറിയില്ലല്ലോ. ഭാമയാണെങ്കിൽ ഇപ്പൊ ഇങ്ങ് എത്തുകയും ചെയ്യും. ഗുഡ് മോർണിംഗ് ചേട്ടാ. ഗുഡ് മോർണിംഗ്. മോള് മുകളിലുണ്ട്, ഡോക്ടർ അങ്ങോട്ടും ഇല്ല. ഓ ശരി. പ്രീതി, അങ്കിൾ വരൂ, പ്ലീസ് കം. അർജുനോ? ഇയാൾക്ക് ഇതെന്ത് പറ്റി? ബൈക്ക് ആക്സിഡന്റ് ആയി അങ്കിൾ. ഞാനും കൂടെ ഉണ്ടായിരുന്നു. എനിക്ക് കാര്യമായിട്ടൊന്നും പറ്റിയില്ല. അർജുനേട്ടന്റെ തല പോയി കല്ലിലിടിച്ചെന്ന് തോന്നുന്നു. ഇടയ്ക്കിടയ്ക്ക് ബോധം വന്നും പോയി നിൽക്കുക. ഇതിപ്പോ വലിയ കുഴപ്പമൊന്നുമില്ല. കുറച്ചു നേരം കഴിയുമ്പോൾ എല്ലാം ശരിയായി ബോധം വന്നോളും. മുറിവൊന്നും കാര്യമായിട്ടുള്ളതല്ല. ഹി വിൽ ബി ഓൾ റൈറ്റ് സൂൺ. ബോധം വരുമ്പോ ദാ ഈ മരുന്ന് കൊടുക്കണം. ഇത് പെയിൻ അധികമാണെങ്കിൽ കൊടുക്കാനുള്ളതാ. ഇത് മുറിവ് ഉണങ്ങാനും നീര് വയ്ക്കാതിരിക്കാനുള്ള മരുന്നാണ്. ആഹാരത്തിന് ശേഷം വേണം കൊടുക്കാൻ. പിന്നെ ഏറ്റവും പ്രധാനം, ഇയാൾക്ക് മിനിമം 24 hours ബെഡ് റെസ്റ്റ് വേണം. ഇവിടെ ഈ ബെഡിൽ നിന്ന് എങ്ങോട്ടും മാറ്റാൻ പാടില്ല. ഹി ഷുഡ് ബി ഹിയർ ഫോർ ദ നെക്സ്റ്റ് 24 hours. പ്രോബ്ലം എനിക്ക് മനസ്സിലായി. മോളുടെ അവസ്ഥയൊക്കെ നന്നായി എനിക്കറിയാം. പക്ഷേ ഈ സമയത്ത് അർജുന്റെ തലച്ചോറിന് ഇളക്കം തട്ടിയാൽ അത് വലിയ ഡാമേജ് ഉണ്ടാക്കും. അതാണ് പ്രശ്നം. പ്രീതി, എങ്ങനെയെങ്കിലും ഒന്ന് മാനേജ് ചെയ്യ് പ്ലീസ്. നോക്കാം. താങ്ക്സ് എ ലോട്ട് ഡോക്ടർ. യു ആർ വെൽക്കം. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ.
ഇതിനുള്ള നന്ദി എത്ര പറഞ്ഞാലും തീരില്ല അങ്കിൾ. ഈ സമയത്ത് ദൈവമായ അങ്കിൾ ഇവിടെ എത്തിയത്. ശേ, എന്താ ഇത്? ഞാൻ എന്റെ ജോലിയല്ലേ ചെയ്തത്. എന്തെങ്കിലും കുഴപ്പം തോന്നിയാ വിളിക്കേ. ഭർത്താവിനെ നന്നായി കെയർ ചെയ്യണം, കേട്ടല്ലോ. അപ്പൊ ശരി. ശാലിനി, ഞാൻ അങ്കിളിനെ വിട്ടിട്ട് വരാം. അർജുനേട്ടനെ നോക്കിക്കോണേ. എങ്ങനെയുണ്ട് ഡോക്ടർ? കുഴപ്പമൊന്നുമില്ല. കുറച്ച് റെസ്റ്റ് എടുത്താൽ ശരിയാവും. പക്ഷെ റെസ്റ്റ് എടുക്കണം, അത് നിർബന്ധമാണ്. ഡോക്ടറെ, ഭാമ ഒന്നും അറിയണ്ട. ഓ ശരി. എന്താ ഡോക്ടർ? ഏയ് ഒന്നുമില്ല. ഗുഡ് മോർണിംഗ്. എന്താ പ്രീതി, ഡോക്ടർ എന്താ ഇവിടെ? എന്താ ആരും ഒന്നും മിണ്ടാത്തത്? എന്നെ നോക്കാനോ ഡോക്ടർ വന്നത്? രാഘവേട്ടനെ നോക്കാനോ? എന്തു പറ്റി രാഘവേട്ടന്? ചെറിയൊരു ശ്വാസം മുട്ടല്. പ്രീതിയാ ഡോക്ടറെ വിളിച്ചത്. ആ അതെ. എന്നിട്ട് ഇപ്പൊ ആശ്വാസമുണ്ടോ? ആ, ടാബ്ലറ്റ് കഴിച്ചു, കുറവുണ്ട്. റെസ്റ്റ് എടുത്താൽ മതിയെന്നാ ഡോക്ടർ പറഞ്ഞത്. ആണോ? താങ്ക് യു ഡോക്ടർ, സമയത്ത് തന്നെ എത്തിയല്ലോ. ഓ ഇറ്റ്സ് ഓക്കെ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഈശ്വര, ശാലിനി ഇനി എങ്ങനെ പുറത്തുവിടും ഞാൻ? അതെ, രാഘവേട്ടന് ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ, തീർച്ചയല്ലേ? ഇല്ല ഭാമേ, നല്ല ആശ്വാസമുണ്ട്. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഈശ്വര, സത്യഭാമ, അവരെന്നെ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ കുഴപ്പമാവുന്ന ഉറപ്പാ. അർജുനേട്ടനുമായിട്ടുള്ള അടുപ്പ് അവർക്കറിയാം. പിന്നെ പ്രീതിയെ ചോദ്യം ചെയ്യലാവും അടുത്ത പടി. അതോടെ എല്ലാം പൊളിയും. എനിക്കെന്തെങ്കിലും കുഴപ്പമുണ്ടായാലും അർജുനേട്ടനെ അവർ കാണാതിരുന്നാൽ മതിയായിരുന്നു. ദൈവാനുഗ്രഹം. സത്യം പറഞ്ഞ രാഘവേട്ടന് സുഖമില്ലാന്ന് കേട്ടപ്പോ എനിക്കെന്തോ BP കൂടിയതുപോലെ. ടാബ്ലറ്റ് തീർന്നിട്ട് ഞാൻ വിഷ്ണുവിനെ വാങ്ങിക്കാൻ ഏൽപ്പിച്ചിരുന്നതാ. നീ കുറച്ച് വെള്ളം കുടിക്കാൻ എടുക്ക. ഞാനേ അവന്റെ റൂമിൽ ചെന്ന് ഗുളിക വാങ്ങിച്ചോണ്ട് വന്നോ നോക്കട്ടെ. അല്ലമ്മേ, അമ്മ സ്റ്റെയർ കയറണ്ട, ഞാൻ പോയി എടുത്തോണ്ട് വരാം. അതെന്താടി, ഞാൻ കയറിയാല് എന്റെ തടി കുറഞ്ഞു പോവോ? നീ പോയി വെള്ളം എടുക്കാൻ നോക്ക്. അമ്മ പോ ഇങ്ങോട്ട്. ഈശ്വര, ശാലിനി വിഷ്ണുവേട്ടന്റെ റൂമിലാണല്ലോ കയറിപ്പോയത്. അമ്മയും അങ്ങോട്ടാണല്ലോ പോയത്.
ടാബ്ലറ്റ് കിട്ടിയ ഭാമേ? ആ വിഷ്ണുവിന്റെ റൂമിലുണ്ടായിരുന്നു. നീ ഇതുവരെ വെള്ളം എടുത്തില്ലേ? അയ്യോ, ഒരു മിനിറ്റ്. ഇവളുടെ ഒരു കാര്യം. അച്ഛൻ പേടിക്കണ്ട, ഞാനത് എങ്ങനെയെങ്കിലും മാനേജ് ചെയ്തോളാം. അമ്മ അവിടെ റൂമിലേക്ക് പോയി. പെട്ടെന്ന് പോന്നീ. ആ ശരി. ഇയാളെന്താ ഇവിടെ? ഞാനിവിടുത്തെ AC കേടാന്ന് പറഞ്ഞു, അത് നന്നാക്കാൻ വേണ്ടി വന്നാ. അല്ല, ഇയാളെന്താ ഇവിടെ? അത് ഞാനോ? അതൊക്കെ പിന്നെ പറയാം. പോയിട്ട് ഇത്തിരി തിരക്കണ്ടേ? ശരി. ഹലോ, എടോ, പറഞ്ഞിട്ട് പോ. ഇവളെന്തിനാ ഇവിടെ വന്നേ? ആരാ ഇപ്പൊ പുറത്തേക്ക് പോയത്? ആരും പോയില്ലല്ലോ ഭാമേ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ. ആരും പോയതുപോലെ എനിക്ക് തോന്നി. ഏയ്, നിങ്ങൾ എന്താ കാവൽക്കാരെ പോലെ? അല്ല, ആ കുട്ടി എന്തിനാ ഇവിടെ വന്നേ? എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താടി? വാ, ഒരാളെ കാണിച്ചു തരാം. അച്ഛാ വാ. എന്തോടി കാര്യം പറ. വാ. ചുമ്മാ കളിക്കാതെ കാര്യം എടി പ്രീതി, അർജുൻ എന്താ ഇവിടെ? എടി ഇതെങ്ങനെ? ഞങ്ങൾ ഒരുമിച്ച് വരുന്ന വഴി ബൈക്ക് ആക്സിഡന്റ് ആയതാ വിഷ്ണു ഏട്ടാ. ഞാൻ ഇങ്ങോട്ടിങ്ങ് കൊണ്ടുവന്നു. ഡോക്ടറെ കാണിച്ചില്ലേ? കാണിച്ചു. അതാ ബാൻഡേജ് ഇട്ടിരിക്കുന്നത്. നമ്മുടെ ഡോക്ടറുകളെ പരിശോധിച്ചതും മുറിവ് ഡ്രസ് ചെയ്തതും. എന്റെ ദൈവമേ, അല്ല അമ്മ അറിഞ്ഞോ? അമ്മയൊന്നും അറിഞ്ഞിട്ടില്ല. ഈശ്വര, അർജുനേട്ടന് ബോധം തെളിഞ്ഞു. അർജുനേട്ടാ, എഴുന്നേൽക്കല്ലേ അർജുനേട്ടാ. 24 മണിക്കൂർ ബെഡ് റെസ്റ്റ് വേണമെന്നാ ഡോക്ടർ പറഞ്ഞത്. ആ സമയത്തിനുള്ളിൽ തലച്ചോറിന് ഇളക്കം തട്ടുന്ന എന്തെങ്കിലും ഉണ്ടായാ കുഴപ്പമാണെന്നാ പറഞ്ഞത്. ഞാനിത് അവൾക്ക് കൊടുത്തിട്ട് വരാം.
ബെഡിൽ നിന്നും അനങ്ങാൻ പാടില്ല. പക്ഷെ ഇവിടെ ഞാൻ അച്ഛനെല്ലാം അറിയാം. അമ്മയുടെ കാര്യം നമുക്ക് എങ്ങനെയെങ്കിലും മാനേജ് ചെയ്യാം. അതേ വഴിയുള്ളൂ ഇപ്പോ. പ്രീതി, 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 പ്രീതി. ഞാൻ നോക്കാം, നിക്ക്. അമ്മ. ആഹാ, നീ ഇവിടെ ഉണ്ടായിരുന്നോ? പ്രീതി എവിടെ? പ്രീതി, ദേ അമ്മ. അർജുനേട്ടാ ഒന്നും മിണ്ടല്ലേ. എന്താ അമ്മേ? ദാ, ഇത് നിനക്ക് വേണ്ടി വാങ്ങിയതാ. ഇത് നീ എന്താ അത് മറന്നോ? ഇന്നലെ നിന്റെ വെഡിങ് ആനിവേഴ്സറി. മറന്നതല്ല, പക്ഷെ അമ്മ അത് ഓർക്കുന്നു. ഓർക്കേണ്ടതൊന്നും മറക്കുന്നയാളല്ല സത്യഭാമ. ഒപ്പം ഒറ്റയ്ക്കായി പോയതിന്റെ സങ്കടവും എനിക്ക് മനസ്സിലാവുന്നുണ്ട്. സത്യം പറഞ്ഞ് എനിക്കുള്ള 2 സങ്കടങ്ങളിൽ ഒന്ന് നീയാ, രണ്ടാമത്തേത് രാഘവേട്ടന്. രണ്ടും വരുത്തി വെച്ചത് ഒരേ ആളാ, ആ വസുമതി തന്നെ. ചില ജീവിതങ്ങൾ അങ്ങനെയാ, തൊടുന്നതിലെല്ലാം വിഷം കലർത്തി നശിപ്പിക്കും. ഏതായാലും അവരുടെ മുമ്പിൽ തലകുനിക്കാൻ വയ്യ നിന്റെ ഈ അമ്മയ്ക്ക്. പകരം നിന്നെപ്പറ്റി ചില പദ്ധതികളുണ്ട്. നിന്റെ അടുത്ത വിവാഹ വാർഷികത്തിന് മുൻപ് അത് നടന്നിരിക്കും, അത് വിശ്വസിക്കാം. അല്ല, നീ എന്താ അകത്ത് കൊണ്ടുവയ്ക്കാത്തെ? ഇങ്ങതാ, ഞാൻ തന്നെ അലമാരെ കൊണ്ടുവയ്ക്കാം. അല്ല അമ്മ, അതെ. ആമേ, ആമേ, എന്താ രാഘവേട്ടാ? നീ ഒന്ന് വന്നേ. പരവേശം, കുറച്ച് വെള്ളം വേണമായിരുന്നു. ഈശ്വര, ദാ വരുന്നു. മാറിക്കേ. ജയേ, ജയേ, എവിടാ നീ? എന്താ രാഘവേട്ട, കുടിക്കാൻ എന്തെങ്കിലും? കുറച്ച് വെള്ളം ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. താങ്ക്സ് അച്ഛാ, ഈ സഹായം ഞാൻ മറക്കില്ല. അച്ഛൻ ഇവിടെ നിന്നെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു മോളെ. ഇപ്പൊ രക്ഷപ്പെട്ടു. പക്ഷേ ഇനി പിടിപെടാൻ നീ നോക്കണം. ഇതെന്താ? അതമ്മ പ്രീതി അച്ഛന്റെ അനുഗ്രഹം വാങ്ങിക്കായിരുന്നു. വിവാഹ വാർഷികല്ലേ. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും ദൈവം മോളെ കാക്കട്ടെ. അമ്മയുടെ അനുഗ്രഹം മോൾക്കപ്പം എന്നും ഉണ്ടാവും. പക്ഷേ അവന്റെ അർജുന്റെ പേര് പോലും ഈ വീട്ടിൽ കേൾക്കാൻ പാടില്ല, അത്ര തന്നെ.